ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദി ഫേമസ് ഷെർലക് ഹോംസിനെ പറ്റിയാണ്. ലോകമെമ്പാടും ഒരുപാട് ഫാൻസുള്ള ഒരു ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. 1887 മുതലാണ് സർ ആർതർ കോനൻ ഡോയൽ ഷെർലക് ഹോംസിനെ കേന്ദ്ര കഥാപാത്രമാക്കി പുസ്തകങ്ങളെല്ലാം എഴുതാൻ തുടങ്ങിയത്. കോനൻ ഡോയലിന്റെ രചനയിൽ ഷെർലക് ഹോംസ് സീരീസിൽ 4 നോവലുകളും 56 ഷോർട്ട് സ്റ്റോറികളുമാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. 1887 സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന ബുക്കാണ് ഷെർലക് ഹോം സീരീസിൽ ആദ്യമായി പുറത്തിറങ്ങിയത്. ഷെർലക് ഹോം ബുക്ക് സീരീസിനെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി സിനിമകളും സീരീസുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹോംസിന്റെ കുറ്റാന്വേഷണങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് പല ഭാഷകളിലായി ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. തുപ്പരിവാലൻ, മെമ്മറീസ്, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഡിറ്റക്റ്റീവ് ബ്യോംകേഷ് ബക്ഷി, അങ്ങനെ പല ഭാഷകളിലായി ഒരുപാട് സിനിമകൾ ഹോംസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ സെവൻത്തർ എന്ന മലയാള സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്രിസ്റ്റഫർ മോറിയാർട്ടി എന്ന കഥാപാത്രത്തിന്റെ ആ പേര് പോലും ഷെർലക് ഹോംസ് എന്ന നോവലിലെ പ്രശസ്ത വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ്. 1939 പുറത്തുവന്ന ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലസ്, 1939 തന്നെ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലക് ഹോംസ് എന്നിങ്ങനെ തുടക്കകാലത്ത് ഒരുപാട് സിനിമകൾ ഷെർലക് ഹോംസിനെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്കിലും അവയൊന്നും ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് കഴിയില്ല. 1984 ഏപ്രിൽ 24 ജെർമി ബ്രിറ്റ് നായകനായി ഗനാഡ ടെലിവിഷൻ പ്രൊഡ്യൂസ് ചെയ്ത ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലക് ഹോംസ് എന്ന 41 എപ്പിസോഡ്സ് അടങ്ങിയ ഷെർലക് ഹോംസ് സീരീസ് കഥ പറച്ചിലിന്റെ രീതി കൊണ്ടും അതിന്റെ സംവിധാന മികവ് കൊണ്ടും ഇന്നും മികച്ച ക്ലാസിക് സീരീസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പുസ്തകത്തിൽ ഷെർലക് ഹോംസിന് നൽകിയിരിക്കുന്ന സ്വഭാവ സവിശേഷതകളെല്ലാം അതേപടി പകർത്താൻ ജെർമി ബ്രെറ്റിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് 2010 BBC പുറത്തിറക്കിയ ഷെർലക് എന്ന TV സീരീസ് ഷെർലക് ഹോംസിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പറിച്ചു നടന്നു. ബെനഡിക്ട് കംബർബാച്ച്, മാർട്ടിൻ ഫ്രീമാൻ എന്നിവരാണ് ഷെർലക്കായും വാട്സണായും ഈ TV സീരീസിൽ വേഷമിട്ടിരിക്കുന്നത്. 4 സീസണുകളിലായി 12 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. എല്ലാം തന്നെ 1 മണിക്കൂറിന് മേലെ ഡ്യൂറേഷൻ വരുന്ന എപ്പിസോഡുകളാണ്. ഇന്ത്യയിൽ 2010 ജനുവരിയിൽ പുറത്തിറങ്ങിയ ഷെർലക് ഹോം മൂവി സീരീസിൽ അയൺ മാനിലൂടെ നമുക്ക് പരിചിതനായ റോബർട്ട് ഡൌണി ജൂനിയർ ആണ് ഷെർലക് ഹോംസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. 2010 ഷെർലക് ഹോംസ്, തൊട്ടടുത്ത വർഷം ഷെർലക് ഹോംസ് എ ഗെയിം ഓഫ് ഷാഡോസ് എന്നിങ്ങനെ 2 ചിത്രങ്ങളാണ് ഈ മൂവി ഫ്രാഞ്ചൈസിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അഡാപ്റ്റേഷൻ വന്ന ഫിക്ഷണൽ കഥാപാത്രം കൂടിയാണ് നമ്മുടെ ഷെർലക് ഹോംസ്. ഇതിന്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ ഉണ്ട്. ഇതിനോടകം 200 ആക്ടേഴ്സാണ് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത ജെർമി ബ്രെറ്റ്, ബെനഡിക്ട് കംബർബാച്ച്, റോബർട്ട് ഡൌണി ജൂനിയർ, ഈ 3 പേരിൽ ആരാണ് മികച്ച ഷെർലക് എന്ന് ഫാൻസിനിടയിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ സർ ആർതർ കോനൻ ഡോയൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ ഹോംസിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് ജെർമി ബ്രെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 3 പേരിൽ ആരെയാണ് ബെസ്റ്റ് ഷെർലക് ഹോംസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്നും ഒന്ന് കമന്റ് ചെയ്യുക.